ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ബി കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം കമൻസ് വന്നിരുന്നു, പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ വീഡിയോ എത്തി വരുന്നേ ഉള്ളൂ ആളുകളിലേക്ക്, അപ്പം കൂടുതൽ ഡൗട്ട്സ് ഉണ്ടാവാം. എനിവേ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു ആൾ കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ ഡിസ്റ്റൻ്റ് ആയിട്ട് ബി.എഡ് ചെയ്യുന്നത് വാലിഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിന് എനിക്കുള്ള റിപ്ലൈ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റെഗുലറായിട്ട് ബി.എഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യാം. ഒരിക്കലും ഡിസ്റ്റൻറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്, ഡിസ്റ്റൻ്റായി ചെയ്യുന്നതിന് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വൈബായിരിക്കും. ആൻഡ് റെഗുലർ എന്ന് പറയുന്നതിലാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ റെഗുലറായിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയുടെ കാര്യമാണ്. നമുക്ക് ബി.എഡ് കഴിഞ്ഞ് നമ്മൾ ജോബിലേക്ക് കയറുമ്പോൾ നല്ല സാലറി കിട്ടുമോ അതോ സാലറി കുറവായിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ഒന്നും ഒരു കുറവുണ്ടായിരിക്കില്ല. കാരണം അത്യാവശ്യം സ്കൂൾസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ജോബ്സ് കിട്ടും. ഇപ്പോൾ തന്നെ അതേ വേക്കൻസീസ് വന്ന് തുടങ്ങുന്നുണ്ട്. ജാനിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്ലൈ ചെയ്യുക, ഡെമോ ക്ലാസ് ഒക്കെ എടുക്കുക, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സോ എനിക്ക് പറയാനുള്ളത്, എല്ലാ സ്കൂൾസും ഒരുപോലെ അല്ല. ചില സ്കൂൾസിൽ കുട്ടികൾ കുറവായിരിക്കും, അപ്പോൾ അവിടെ അവർ കളക്ട് ചെയ്യുന്ന ഫീയും കുറവായിരിക്കും. അതിനനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ സാലറിയും കുറവായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ചില സ്കൂളുകളിൽ കുട്ടികൾ കൂടുതലായിരിക്കും, അവർ കളക്ട് ചെയ്യുന്ന ഫീ കൂടുതലായിരിക്കും, അതിനനുസരിച്ചിട്ട് ടീച്ചേഴ്സിൻ്റെ സാലറിയും കൂടുതലായിരിക്കും. എല്ലാ സ്കൂൾസിലും പേയ്മെൻറ്റ് കൂടുതലാവുമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്കൊരു സ്റ്റാർട്ടിങ് ഫ്രഷേഴ്സിനൊക്കെ സ്റ്റാർട്ടിങ് സാലറി 13,000, 10,000, ഓക്കെ 15,000 ഒക്കെ കിട്ടുന്ന സ്കൂൾസ് ഉണ്ട്. കൂടുതൽ സ്കൂൾസിലും 15,000 ആണ് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് വരുന്നത്. എൻ്റെ ഒരു അറിവിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, ആൻഡ് 20 ഒക്കെ വരെ നമുക്ക് ഫ്രഷറിന് കിട്ടാം. പിന്നെ നല്ല ഫണ്ടിങ് ഉള്ള സ്കൂൾസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 25+30 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. ഇതൊന്നും അല്ലാതെ ഇതിലും സാലറി, അതായത് ഒരു 40+50യുടെ അടുത്ത് സാലറീസ് തരുന്ന സ്കൂൾസും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. CBSE സ്കൂൾസ് ആയിരിക്കാം, എയ്ഡഡ് ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം, ഒന്നും ഞാൻ പറയുന്നില്ല. ഗസ്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ, അപ്പം ഏത് സ്കൂൾസിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, 1 ഇയർ കോൺട്രാക്ട്, 2 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബോണ്ട് ഉണ്ട്, നമ്മൾ സൈൻ ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ കൊടുക്കണം. ചിലപ്പോൾ ചില സ്കൂൾസിൽ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഈവൻ ദോ യു ആർ ഹാൻഡ്ലിങ് ദ സബ്ജക്റ്റ് മലയാളം, യു ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം കുട്ടികൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ മലയാളം സംസാരിച്ചിട്ട് കാര്യമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വി ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, വി ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ദ ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പം CBSE സ്കൂൾസ്, ICSE സ്കൂൾസ്, അങ്ങനത്തെ കാംബ്രിഡ്ജ് കരിക്കുലം വരുന്ന സ്കൂൾസൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം ഈ സ്കൂൾസിലൊക്കെ നമുക്ക് ജോബ് കിട്ടണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് അറിയണം, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി നമ്മളൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾസിലാണ് നമ്മൾ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ സ്കിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെ സ്കിൽഡ് ആയിരിക്കണം എന്ന്, പ്രൊഫഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല. അല്ലാതെ തന്നെ നമുക്ക് ജോബ് കിട്ടും. പിന്നെ ഒരു കുട്ടി ചോദിച്ചിരുന്നു, നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 ക്ലിയർ ചെയ്താൽ നമുക്ക് ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും. കേട്ടറ്റ് കാറ്റഗറി 3 നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്ഡഡ് സ്കൂൾസിലൊക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾസിൽ ഗസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ HSA എഴുതണം. PSC HSA എക്സാം ക്വാളിഫൈ ചെയ്യണം, റാങ്ക് ലിസ്റ്റിൽ വരണം. പിന്നെ അതിനനുസരിച്ച് നമുക്ക് വിളിയും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് ആണ്. നമ്മൾ പൈസ അങ്ങോട്ട് കെട്ടി നമുക്ക് അങ്ങനെ ജോബ് കിട്ടുന്ന പരിപാടിയും ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ B.Ed കഴിയുന്നതിന് മുന്നേ തന്നെ മാക്സിമം എല്ലാ ക്വാളിഫയിങ് എക്സാമിനേഷൻസും എഴുതിയെടുക്കുക എന്നുള്ളതാണ്. B.Edൽ നമ്മൾ പറയുമ്പം ഇപ്പോൾ കേട്ടറ്റ് കാറ്റഗറി 2 and 3, അതുപോലെ സെറ്റ്, നെറ്റ്, CTET എല്ലാം
എല്ലാ എക്സാംസും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബി എഡ് കഴിഞ്ഞാൽ നമുക്കൊരു വറീസും ഇല്ല. പിന്നെ PSC ഒക്കെ നോക്കണമെങ്കിൽ നോക്കാം എന്നല്ലാതെ അതിലേക്ക് പിന്നെ നമുക്ക് വീണ്ടും തിരിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനത്തെ എക്സാംസൊക്കെ, ക്വാളിഫയിങ് എക്സാംസൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളൊരു കാര്യം. അത് നിങ്ങൾ എന്തായാലും ചെയ്യുക. കാരണം അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മളതിങ്ങനെ ലാഗ് അടുപ്പിച്ച് ബി എഡ് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം, അതിന് വേണ്ടി ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ടൈം പോവും, ഓപ്പർച്യൂണിറ്റീസും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതൊക്കെ ക്വാളിഫൈ ചെയ്യുക. ആൻഡ് KVNV, കേന്ദ്രീയ വിദ്യാലയ, നവോദയ സ്കൂൾസിലൊക്കെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഏകലവ്യ സ്കൂൾസ്, ആർമി പബ്ലിക് സ്കൂൾസ്, അങ്ങനെ കുറേ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാലറി അത്യാവശ്യം, സാലറി പാക്കേജ് കൂടുതലായിരിക്കും. അപ്പം അവിടെയൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ടീച്ച് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ്. അപ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള കറേജ് ആൻഡ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ പിള്ളേരുടെ മുന്നിൽ ചെന്നിട്ട് എന്നുള്ളൊരു വേറെയും കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ പ്രിപ്പയർഡ് ആയിട്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ പോയായിട്ട്. ഈവൻ ദോ നമ്മൾ ഡെമോ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നതെങ്കിലും നന്നായി പ്രിപ്പയർ ചെയ്ത് നമ്മുടെ കയ്യിൽ എന്താ പറയുക, ആ സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. അവരെന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതുപോലെ കുട്ടികളോട് സംസാരിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു രീതിയുണ്ട്, ആ ഒരു സ്റ്റൈലുണ്ട്. അത് നമ്മൾ മാക്സിമം നമ്മൾ പഠിക്കുക. അത് ബി എഡിൽ ആക്ച്വലി നമ്മൾ പഠിക്കും, എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ നമ്മൾ ടീച്ച് ചെയ്യണം, ഓരോ സ്കില്ലുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബി എഡ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഡെമോ എടുക്കാൻ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, സോ പ്രിപ്പയർ വെൽ. അതുപോലെ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂൾസിൽ CBSE, ICSE ബോർഡ്, അങ്ങനത്തെ ഏത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂൾസിൽ നമ്മൾ പോവുകയാണെങ്കിലും ടീച്ചിങ് അല്ലാതെ തന്നെ ഒരുപാട് വർക്ക്സ് നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. നമ്മുടെ ബി എഡ് പോലെ തന്നെ നമ്മൾ പഠിക്കുക മാത്രമല്ലല്ലോ, എക്സ്ട്രാ വർക്ക്സ് ഉണ്ടാവുമല്ലോ. അതേപോലെ നമുക്ക് ഒത്തിരി വർക്ക്സ് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ സ്കൂൾസിലും ഉണ്ടാവണം എന്നില്ല, എന്നാലും വർക്ക് ലോഡ് കൂടുതലുള്ള സ്കൂൾസ് ഉണ്ടാവും, കുറവുള്ള സ്കൂൾസ് ഉണ്ടാവും. അത് ആ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ അതെല്ലാം ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ പോവാൻ. അതല്ലാതെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിലൊക്കെ പോലെ ഭയങ്കര ചിൽ ഔട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ചില്ലിങ് ആണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ചും കൂടെ നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അങ്ങനെയല്ല ഇങ്ങനത്തെ സ്കൂൾസിൽ നമ്മൾ എന്തും ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോവാൻ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ആങ്കർ ചെയ്യേണ്ടി വരും, ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം അതൊക്കെ അതിനൊക്കെ റെഡി ആയിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പം ആ വീഡിയോയിൽ പറയാത്ത അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇനിയും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.